ഇവളുടെ വയറ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് ആങ്കൊച്ച് തന്നെയാന്ന്. എന്നാലും ഞാൻ ആലോചിക്കുക അതുപോലെ തന്നെ ഇരിക്കും. ഒരു ആങ്കൊച്ചുണ്ടാവുന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഉണ്ടായതോ പെണ്ണായിപ്പോയി. രണ്ടാമതും പെണ്ണ്. എനിക്കത് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം. കുടുംബത്തിന് പാരമ്പര്യം നിലനിർത്താൻ ആമ്പിള്ളേർ തന്നെ വേണ്ടേ? ആ, രണ്ടാമതും പെണ്ണുണ്ടായിപ്പോയി. ഓ, അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നേ നല്ലത്. രണ്ടാമതും ഒരു പെണ്ണുണ്ടായിപ്പോയി. എന്ത് ചെയ്യാനാന്ന് ആലോചിക്കണേ. നീ തലേദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇവള് ഡെലിവറിയുടെ തലേദിവസം? എന്നൊക്കെ പറഞ്ഞ കണ്ടു കഴിഞ്ഞ ആൺകുട്ടിയാന്ന് തന്നെ തോന്നുന്നു. എല്ലാവരും അങ്ങനെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനടക്കം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു ആൺകുഞ്ഞ്. അതല്ല, നമ്മുടെ മൂത്തവളുടെ കൂട്ടിരിക്കുന്ന കൂട്ടി എന്നെ ഒരു ആൺകുഞ്ഞ്. അത് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഓരോ തലവിധി. ഇപ്പൊ എനിക്ക് തന്നെ 2 പെൺമക്കളാ. അവർക്കുണ്ടായേക്കണതോ രണ്ടും അതെ, ഒരാണും ഒരു പെണ്ണും വെച്ച്, 2 പേർക്കും അതെ. നമ്മളപ്പോ കൊച്ചുങ്ങളുണ്ടാകുമ്പോൾ ഒരു ആണിന് ആണും വേണം, പെണ്ണിന് പെണ്ണും വേണം. അല്ലാണ്ട് ഇത് രണ്ടും ഒരേപോലെ ആയിക്കഴിഞ്ഞാലേ അതൊരു വിഷമമായിപ്പോയി. ആൺകൊച്ചുങ്ങളില്ലാത്തതിന്റെ വിഷമം ചേച്ചിക്ക് എനിക്ക് നല്ലോണം ഉണ്ടെന്ന് അറിയാം. ഇനിയിപ്പോ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ അല്ലാണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ പാരമ്പര്യമൊന്നുമില്ല. ഇതിപ്പോ ആരുടെ കുടുംബത്തിലെ പാരമ്പര്യമാണോ? ചേച്ചിയെ, എനിക്ക് ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാൻ തന്നെ. നീ വാ. കൊച്ചെന്തായാലും അവിടെ കിടന്ന് ഉറങ്ങുമല്ലോ. നമ്മളിനി സംസാരിച്ചിട്ട് അത് എഡീറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിന് പാല് കലക്കി കൊടുക്കേണ്ടി വരും. അതേ വരുക. ഞാൻ മോളെ ഇന്ന് അടുക്കളയിലോട്ട് ചെല്ലട്ടെ കേട്ടോ.